ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിലെ സവിശേഷമായ ഒരു വേദിയിലായിരുന്നു അരങ്ങേറിയത്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്രമുഖ നേതാക്കൾ ഒരേ വേദിയിൽ അണിനിരുന്ന ഈ ചടങ്ങിൽ പരസ്പരം രാഷ്ട്രീയ പോരുകൾക്കും വിമർശനങ്ങൾക്കും നേതാക്കൾ മുതിർന്നപ്പോൾ ആത്മീയമായ ഔന്നത്യം ഉയർത്തിപ്പിടിച്ചും രാഷ്ട്രീയ താല്പര്യങ്ങളെ തള്ളിക്കളഞ്ഞും കാന്തപുരം നടത്തിയ ഇടപെടൽ വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയെങ്കിലും ആ വേദിയെ രാഷ്ട്രീയ ലാഭത്തിനുള്ള ഇടമാക്കി മാറ്റരുത് എന്ന കർശനമായ നിലപാടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്വീകരിച്ചത്. സമുദായങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഒരു പദയാത്രയുടെ സമാപനത്തെ രാഷ്ട്രീയ ചേരിതിരിവുകൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന ആത്മീയ നേതാവിന്റെ ഓർമ്മപ്പെടുത്തൽ വേദിയിലിരുന്ന ഉന്നത നേതാക്കൾക്കും ഒരുപോലെ തിരിച്ചടിയായി. സമ്മേളനത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ മതനിരപേക്ഷതയുടെ അനിവാര്യതയെക്കുറിച്ചാണ് ഊന്നിപ്പറഞ്ഞത്. ഒരു വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയതയ്ക്ക് കഴിയില്ലെന്ന ശക്തമായ നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാകുന്നത് ആത്മഹത്യപരമാണെന്നും അത് വർഗീയ ശക്തികളെ കൂടുതൽ ബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കൂ. കേരളം എന്നും മതനിരപേക്ഷതയുടെ സുരക്ഷിതമായ തുരത്തായി നിലകൊള്ളുന്നത് ഇവിടുത്തെ മനുഷ്യർ പരസ്പര സ്നേഹത്തോടും കരുതലോടും കഴിയുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ വർഗീയതയുടെ കാര്യത്തിൽ കേരളം കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടുകളെയും സർക്കാരിന്റെ സമീപനങ്ങളെയും പരോക്ഷമായി വിമർശിക്കാനാണ് പ്രതിപക്ഷ നേതാക്കൾ ഈ വേദിയും ഉപയോഗപ്പെടുത്തിയത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഭരണപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. മതേതരത്വം പ്രസംഗിക്കാൻ എളുപ്പമാണെന്നും എന്നാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നിടത്താണ് പരാജയപ്പെടുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്വേഷം പ്രസംഗിക്കുന്നവരെ കൂടെ കൂട്ടുന്നതിലും അവരെ ഔദ്യോഗിക പദവികൾ നൽകി ആദരിക്കുന്നതിലും ഭരണകൂടത്തിന് മടിയില്ലെന്ന സതീശന്റെ പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിയതിനെ മുൻനിർത്തിയായിരുന്നു സതീശന്റെ ഈ ഒളിയമ്പ്. അധികാരത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരുമായി ഒത്തുതീർപ്പുകൾ നടത്തുന്നത് മതനിരപേക്ഷതയ്ക്ക് ഗുണകരമാവില്ലെന്ന സന്ദേശമാണ് പ്രതിപക്ഷ നേതാവ് നൽകാൻ ശ്രമിച്ചത്. ഇതേ പാതയിൽ തന്നെയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെയും വാക്കുകൾ. കേരളത്തിലെ ഭരണകൂടം പലപ്പോഴായി പലതരം വർഗീയതകളെ താലോലിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയുള്ള ഇത്തരം സമീപനങ്ങൾ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വർഗീയ കലാപങ്ങൾ കുറഞ്ഞത് ഭരണകൂടത്തിന്റെ മാത്രം മികവല്ലെന്നും മറിച്ച് എല്ലാ ജനവിഭാഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാറാട് കലാപം പോലുള്ള മുൻകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ സർക്കാരിന്റെ നേട്ടമായി മുഖ്യമന്ത്രി ചിത്രീകരിക്കുന്നതിനുള്ള മറുപടിയായാണ് ചെന്നിത്തലയുടെ ഈ വാക്കുകൾ വിലയിരുത്തപ്പെടേണ്ടത്. ഇത്തരത്തിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് ആത്മീയ സമ്മേളന വേദി സാക്ഷ്യം വഹിച്ചതോടെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത്. തൊട്ടു പിന്നാലെ സംസാരിക്കാനെത്തിയ കാന്തപുരം രാഷ്ട്രീയ നേതാക്കളുടെ തർക്കങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പ്രഖ്യാപിച്ചു. കേരള യാത്ര ഒരു രാഷ്ട്രീയ സമ്മേളനമല്ലെന്നും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനുള്ള വിനീതമായ ശ്രമമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമില്ലെന്നും എല്ലാ രാഷ്ട്രീയക്കാരെയും ബഹുമാനിക്കുമ്പോൾ തന്നെ ആത്മീയമായ ഒരു വേദിയെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ആരും ഉപയോഗിക്കരുതെന്നും അദ്ദേഹം കർശനമായി പറഞ്ഞു. നേതാക്കളുടെ പ്രസംഗത്തിലെ രാഷ്ട്രീയ ഭാഗങ്ങളെ തള്ളിക്കളഞ്ഞ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പില്ല, മറിച്ച് ഐക്യമാണ് വളരേണ്ടതെന്ന് ഊന്നിപ്പറഞ്ഞു. ഒരു സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയ തർക്കങ്ങൾ കടന്നു വരുന്നത് അതിന്റെ ലക്ഷ്യത്തെ ബാധിക്കുമെന്ന ബോധ്യം കാന്തപുരത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സൗഹൃദം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും സമാധാനപരമായ സഹവർത്തിത്വമാണ് സമൂഹത്തിന് ആവശ്യമെന്നും അദ്ദേഹം സമാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ആത്മീയമായ ശുദ്ധി നിലനിർത്തേണ്ട ഇടങ്ങളിൽ രാഷ്ട്രീയ ചേരിതിരിവുകൾക്ക് സ്ഥാനമില്ലെന്ന കാന്തപുരത്തിന്റെ പ്രഖ്യാപനം സദസ്സിനും വലിയ പ്രതികരണമാണ് സൃഷ്ടിച്ചത്.